അരുംകൊലയുടെ ബാക്കി. പെരിയ ഇരട്ടക്കൊലപാതകത്തിന് മുമ്പുള്ള CPM നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിന്റെ വീഡിയോ പുറത്ത്. കോൺഗ്രസുകാരെ വെച്ചേക്കില്ലെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ പറയുന്നതാണ് വീഡിയോയിൽ. ക്ഷമ നശിച്ചാൽ CPM ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയാമല്ലോ എന്നും പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനുവരി 7-ന് കല്യാട്ട് നടന്ന പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ CPM അനുഭാവികൾ തന്നെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തുനിന്ന് റോക്കറ്റ് പോലെ CPIM കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്ലോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റയൊരെണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിറയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത നേരത്ത് ചിതറിപ്പോകും. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, കൊലവിളി പ്രസംഗമാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് കൊലപാതകം എന്നതിലേക്കുള്ള സൂചനകളാണോ ഇത്? രേണുക, ഈ ജനുവരി 5-നാണ് ഈ സുന്ദരൻ എന്ന ഈ രണ്ട് പീതാംബരനെയും സുരേന്ദ്രനെയും ഇവിടെ സുരേന്ദ്രനും ആക്രമിക്കപ്പെടുന്നത്. അതിലാണ് പീതാംബരന്റെ കൈ പരിക്കേൽക്കുന്നത്. ഇതിനുശേഷം ജനുവരി 7-ന് നടന്ന യോഗത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ യോഗത്തിലാണ് CPMന്റെ ജില്ലയിലെ പ്രമുഖ നേതാവ് VPP മുസ്തഫ ഇത്തരത്തിൽ കൊലവിളി നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നത്. ക്ഷമയുടെ നെല്ലിപ്പടിയോളം താഴ്ന്നു കഴിഞ്ഞു. ഇനി റോക്കറ്റ് പോലെ മുന്നോട്ട് പോകാനുള്ള സമയമാണ്. അങ്ങനെ പോകുമ്പോൾ ചിതയിൽ വെക്കാൻ പോലും ബാക്കി കാണില്ല എതിരാളികൾ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ആരാണെങ്കിലും ശരി, ഇതിൽ ചില പേരുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഇവരുടെ ബന്ധുക്കളും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ പേരുകളാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നു എന്നത് തെളിയിക്കുന്നു ഈ പ്രസംഗം. കാരണം ഇത് CPMനകത്ത് വലിയ തോതിൽ അന്ന് ഉണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള ഒരു അമർഷം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൊല നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമായാണ് ഈ കൊല. ഇത് പോലീസോ അല്ലെങ്കിൽ പീതാംബരനോ നൽകിയ, പോലീസ് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ പീതാംബരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത് വ്യക്തിവൈരാഗ്യമാണ് എന്ന സ്ഥിരീകരണമല്ല നൽകുന്നത്. മറിച്ച് ഏറ്റവും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. മനു, ഇത് CPM അംഗങ്ങൾ തന്നെ നേരത്തെ വാട്സാപ്പുകളിലൂടെ പ്രചരിപ്പിച്ച വീഡിയോ ആണ്. ഇപ്പോൾ അത് വീണ്ടും ഷെയർ ചെയ്യപ്പെടുകയാണ്. നേരത്തെ KPCC പ്രസിഡന്റ് തന്നെ ഈ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പാർട്ടി അറിഞ്ഞു നടത്തിയ കൊലയാണ് ഇതെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നതുൾപ്പെടെ പറഞ്ഞിരുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? രേണുക, ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ തോതിൽ ഇവിടെ പ്രചരണം നടന്നിരുന്നു. പ്രത്യേകിച്ച് ജനുവരി 5-നുണ്ടായ സംഘർഷത്തിന് ശേഷം വ്യക്തികളുടെ പേരെടുത്ത് പ്രചരണമുണ്ടായിരുന്നു. നാട്ടുകാർ തന്നെ അന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നത് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സംഘർഷം നടന്നപ്പോൾ അതിൽ പലരുടെയും ഫോട്ടോകൾ വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇവരെ വകവരുത്തുമെന്ന വ്യക്തമായ വെല്ലുവിളിയും ഭീഷണിയും ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും വ്യക്തമാക്കുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയായ പീതാംബരന്റെ കുടുംബത്തെ കണ്ട കാര്യം സ്ഥിരീകരിച്ച CPM മുൻ MLA KV കുഞ്ഞിരാമൻ, ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരാണ് പീതാംബരന്റെ കുടുംബത്തെ സന്ദർശിച്ചത്. എന്നാൽ പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും തെറ്റു ചെയ്യാത്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാണ് പോയതെന്നും മുൻ MLA KV കുഞ്ഞിരാമൻ ന്യൂസ് 18നോട് പറഞ്ഞു. പീതാംബരന്റെ അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളതിനും അപ്പുറം ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായ സഹായ വാഗ്ദാനമോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളോ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പീതാംബരനാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്, അല്ലാതെ വീട്ടിലെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും മക്കളുമൊന്നും കേസിൽ പ്രതിയായി ആൾക്കാരുടെ ആവശ്യവുമില്ല. മനുഷ്യത്വ ഇടപെടൽ എന്നുള്ളതിനപ്പുറത്ത് ഇതിനെ രാഷ്ട്രീയമായി കാണുന്ന ഒരു രീതിയാണ് മാറ്റേണ്ടത്. ഈ സ്ഥലങ്ങളെല്ലാം പാർട്ടി നേതാക്കന്മാർ സന്ദർശിക്കണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു.
കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ തീരുമാനിച്ചു. കൊലപാതകത്തിൽ ഉദുമ എംഎൽഎ കുഞ്ഞിരാമന്റെ പങ്ക് പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. സിബിഐ അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കൊലപാതകത്തിൽ പീതാംബരന്റെ സുഹൃത്ത് സുരേഷ് കൂടി ഇന്ന് അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. ഇരട്ടക്കൊലപാതകത്തിൽ നിലവിലെ അന്വേഷണത്തിൽ അതൃപ്തി വ്യക്തമാക്കിയാണ് കൃപേഷിന്റെ പിതാവ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. അന്വേഷണം പീതാംബരനിലും സുഹൃത്തുക്കളിലും ഒതുക്കുന്നുവെന്നാണ് പരാതി. കൊലയ്ക്ക് പിന്നിൽ കൊട്ടേഷൻ സംഘമാണ് എന്ന് മുറിവുകൾ വ്യക്തമാക്കുന്നു. ഉന്നതരുടെ ഇടപെടലും മറ്റു ജില്ലയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയുള്ള ഗൂഢാലോചനയും പുറത്തുവരണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയെ സമീപിക്കുക. ഈ വീണ ചോരക്കില്ലേ നീതി എന്റെ മോനെ കിട്ടണം. ഈ ഗൂഢാലോചന ചെയ്യിച്ചവരും ഈ പൈസ ചെലവാക്കിയവരും എല്ലാം ഈ രംഗത്ത് പുറത്തു വരണം. അതുമാത്രമേ എനിക്ക്. അപ്പോൾ സിബിഐ അന്വേഷിച്ചാലേ ഇതെല്ലാം പുറത്തു വരും. പിന്നെ ഇടത് പോലീസുകാർ അന്വേഷണത്തോട് ഏത് ഗവൺമെന്റ് ഭരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവർ പിന്തുണയായിട്ട് പോകും. സംഭവത്തിൽ ഉദുമ എംഎൽഎ കെ കുഞ്ഞിരാമനെ കേന്ദ്രീകരിച്ചുള്ള ആക്ഷേപത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി. ഉദുമ എംഎൽഎ കുഞ്ഞിരാമന്റെ പങ്ക് എന്താണ് എന്ന് അന്വേഷിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറാകുന്നില്ല. ഉദുമ എംഎൽഎ കുഞ്ഞിരാമന്റെ പ്രേരണയിലാണ് ഈ കുറ്റം നടന്നതെന്ന് മരിച്ച കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ പറയുന്നു. സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തോട് ഇപ്പോൾ പ്രതികരിക്കാൻ ഇല്ല എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. ആർക്കെങ്കിലുമെതിരെ തെളിവുണ്ടെങ്കിൽ അത് പോലീസിനാണ് നൽകേണ്ടത് എന്നായിരുന്നു ഉദുമ എംഎൽഎക്കെതിരെയുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മറുപടി. ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് വല്ല വിവരവുമുണ്ടെങ്കിൽ അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയാണ് വേണ്ടത്. അതിനു പകരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് അന്വേഷണം നടത്തുന്ന രീതി അത് കൊണ്ടൊരു അന്വേഷണവും ഫലപ്രദമാകില്ല. കേസിൽ 3ാമത്തെ പ്രതിയുടെ അറസ്റ്റും പോലീസ് ഇന്ന് രേഖപ്പെടുത്തി. പീതാംബരന്റെ സുഹൃത്ത് സുരേഷാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. സിബിഐ അന്വേഷണം എന്ന ആവശ്യം ശക്തമാകുമ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാനാണ് സർക്കാരിന്റെ നീക്കം. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 3 പ്രതികളും സിപിഎം അനുഭാവികളാണ്. കേസ് സിബിഐക്ക് കൈമാറണം എന്ന ആവശ്യം ശക്തമാകുമ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് സർക്കാർ നീക്കം. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ ഉദുമ എംഎൽഎയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഉന്നത അഭിഭാഷക സംഘത്തെ കോൺഗ്രസ് നിയമിക്കും. ഡമ്മി പ്രതികളെ ഹാജരാക്കുന്ന പതിവ് രീതി അനുവദിക്കില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആ കൊലപാതകത്തിന് വിധേയമായിട്ടുള്ള ശരത്തിന്റെ പിതാവ് സത്യനാരായണൻ ഇന്നൊരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഉദുമ എംഎൽഎക്ക് ഇതിൽ പങ്കിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാ ചാനലുകളിൽ നോക്കി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഉദുമ എംഎൽഎക്ക് പങ്കിടുന്ന കാര്യം. അപ്പോൾ തന്നെ ഗൂഢാലോചന എവിടെയാണ് നിൽക്കുന്നതെന്ന കാര്യം നമുക്കെല്ലാം തന്നെ അറിയാം. ഞങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നടത്താൻ വേണ്ടി ഉന്നതരായ ഈ നാട്ടിലൊരു അഭിഭാഷക സംഘത്തെ തന്നെ ഞങ്ങൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. യഥാർത്ഥ കുറ്റവാളികളെ, ആ കുറ്റവാളികളുടെ കയ്യിലേക്ക് ആയുധം കൊടുത്ത ആളുകളെ അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ച് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കൊലപാതകത്തിൽ സർക്കാരിനെതിരെയുള്ള രോഷം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. റവന്യൂ മന്ത്രിയുടെ സന്ദർശനത്തിൽ തെറ്റില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ പ്രതിനിധിയായിട്ടാണ് മന്ത്രി പോയതെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു. അപ്രതീക്ഷിതമായിരുന്നു റവന്യൂ മന്ത്രിയുടെ സന്ദർശനം. ആദ്യം കൃപേഷിന്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി കൃപേഷിന്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ മന്ത്രി കൊലപാതകത്തെ രാഷ്ട്രീയ പ്രശ്നമായി മാത്രം കാണരുതെന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പെരിയയിൽ നടന്നതെന്നും മന്ത്രി. കൊലപാതകത്തെ ഒരു പാർട്ടിയോ ഒരു ഗവൺമെന്റോ ഒരിക്കലും അംഗീകരിക്കില്ല. യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും. ഇത് വളരെ ദാരുണമായ സംഭവമാണ്. ഈ കൃത്യത്തെ അംഗീകരിക്കാനേ കഴിയില്ല. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ അവസാനമായ ഒരു വാക്ക് പറഞ്ഞു, ഇത് ഞാൻ തീർച്ചയായും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന്. അതുമാത്രമേ പറയാനുള്ളൂ. ശരത് ലാലിന്റെ വീടും മന്ത്രി സന്ദർശിച്ചു. മന്ത്രിയുടെ സന്ദർശനത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സ്വാഗതം ചെയ്തു. സ്ഥിതി പുനഃസ്ഥാപിക്കാൻ ആണ് ഗവൺമെന്റ് പ്രതിനിധികളും അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളും മുൻകൈ എടുക്കേണ്ടത്. അത്തരം നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ പോവുകയല്ലേ വേണ്ടത്. പോയതിലെന്താണ് തെറ്റ്? എന്നാൽ മന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയമായി നല്ല സന്ദേശമാണോ നൽകുന്നത് എന്ന ചോദ്യത്തോട് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പ്രതികരിച്ചത് ഇങ്ങനെ: ഒരു മന്ത്രി എന്ന സർക്കാരല്ലേ, അതാണ് നല്ല സന്ദേശം എന്ന് കരുതിക്കൂടെ. എൽഡിഎഫ് നേതാവ് പോയി, യുഡിഎഫ് നേതാവ് പോയി എന്നല്ല, ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ്. പെരിയ കൊലപാതകത്തിൽ സർക്കാരും ഇടതുമുന്നണിയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലായതോടെ
തടിയൂരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് റവന്യൂ മന്ത്രിയുടെ സന്ദർശനം എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കാസർഗോഡ്, തിരുവനന്തപുരം. കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുന്നത് തെറ്റായ പ്രവണതയല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മന്ത്രിയുടെ സന്ദർശനം നാട്ടുകാരനെന്ന നിലയിലാണ്, അതിനെ തെറ്റായ രീതിയിൽ കാണേണ്ടതില്ല. കേസിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും കാനം കോഴിക്കോട്ട് പറഞ്ഞു. ഒരാൾ പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമല്ലേ, അത് നമ്മൾ പിന്തുണയ്ക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം ആ പ്രദേശത്തെ ഒരു ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ പോയി. കേരള പോലീസിനെ തള്ളിയിട്ട് CBI വേണമെന്ന് കേരളത്തിലെ ഗവൺമെന്റിന് തീരുമാനിക്കാൻ ഇപ്പോൾ പറ്റിയില്ല. കൊലപാതക വിഷയം ചൂണ്ടിക്കാണിച്ച് CPM-നെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊല്ലപ്പെട്ട പ്രവർത്തകരുടെ വീടുകൾ VM സുധീരനും VD സതീശനും സന്ദർശിച്ചു. പെരിയയിലെ ഇരട്ടക്കൊലയിൽ CPM-നുള്ള മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ സാംസ്കാരിക നായകരുടെ മൗനം ചൂണ്ടിക്കാണിച്ചായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ കൂട്ടായ്മ. സാഹിത്യ അക്കാദമി മുൻ ചെയർമാൻ പെരുമ്പടവം ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൊടിയുടെ നിറം നോക്കി പ്രതികരിക്കുന്നവരാണ് കേരളത്തിലെ സാംസ്കാരിക നായകരെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 2 കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഒരു സാംസ്കാരിക നായകന്റെയും നാവ് ചലിച്ചില്ലല്ലോ എന്നോർത്ത് കേരളം തല താഴ്ത്തുകയാണ്. ഇതാണോ ഇവർ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് സാഹിത്യ നായകന്മാർക്ക് ശരിയുടെ പാത തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല? കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീടുകൾ KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും VD സതീശൻ MLAയും സന്ദർശിച്ചു. ഇതേക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കാൻ അവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് കാതലായ പ്രശ്നം. ഏതായാലും ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അവരുടെ മുൻ നിലപാടുകളൊക്കെ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കൂട്ടായ്മകളും പ്രചാരണവും സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഗവർണർ P. സദാശിവം. രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ പേരിൽ രക്തം ചൊരിയുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്ന് ഗവർണർ പറഞ്ഞു. കൊല്ലത്ത് പൊതുപരിപാടിയിലായിരുന്നു ഗവർണറുടെ പരസ്യ വിമർശനം. We would not have seen the occurrence of political murders in our state. Similarly, if we had imbibed the spirit of Constitution, which requires us to abjure violence, we would never spill blood in the name of political differences, as it is undemocratic. ശ്രീകാര്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികൾ PTA കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത്. ഹോസ്റ്റലിൽ കയറാനുള്ള സമയം 6:30 നിന്ന് 9 മണിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ലൈബ്രറി ഉപയോഗിക്കാൻ 9 മണിവരെ പെൺകുട്ടികളെയും അനുവദിച്ച് യോഗത്തിൽ തീരുമാനമായി. നേരത്തെ പ്രിൻസിപ്പലുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതോടെയായിരുന്നു സമരത്തിലേക്ക് നീങ്ങിയത്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരായ കേസ് ഡൽഹി പട്യാല ഹൌസ് കോടതി മാർച്ച് 7-ന് പരിഗണിക്കും. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂർ റിവിഷൻ ഹർജി നൽകി. ഈ മാസം 4-ാം തീയതിയായിരുന്നു ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. കുറ്റപത്രത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെട്ടതിനാലാണ് കേസ് സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. പുൽവാമ മാതൃകയിലുള്ള ആക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് വീണ്ടും തയ്യാറെടുക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി. വിഘടനവാദികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും നൽകിയിരുന്ന സുരക്ഷ ജമ്മു കശ്മീർ പിൻവലിച്ചു. രാജ്യത്ത് ജവാന്മാർ മരിച്ചു വീഴുമ്പോൾ പ്രധാനമന്ത്രി സിനിമ ഷൂട്ടിംഗിന്റെ തിരക്കിലാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഫെബ്രുവരി 14-ന് നടത്തിയ ഭീകരാക്രമണത്തിന്റെ മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തിയേക്കുമെന്നാണ് വിവരം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. സൈന്യത്തിന് കരുതൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കശ്മീരിലെ വിഘടനവാദികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ആക്ടിവിസ്റ്റുകൾക്കും നൽകിയിരുന്ന സുരക്ഷ പിൻവലിച്ചു. 18 വിഘടനവാദി നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആക്ടിവിസ്റ്റുകളുമായ 155 പേരുടെയും സുരക്ഷയാണ് പിൻവലിച്ചത്. ജമ്മു കാശ്മീർ ചീഫ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് തീരുമാനം. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. രാജ്യത്ത് ജവാന്മാർ മരിച്ചു വീഴുമ്പോൾ പ്രധാനമന്ത്രി സിനിമാ ഷൂട്ടിംഗ് തിരക്കിലാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി.
കശ്മീരിൽ അർദ്ധസൈനികരുടെ യാത്രകൾ ഇനി ആകാശമാർഗം. സുപ്രധാന റൂട്ടുകളിൽ സിആർപിഎഫ് അടക്കമുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളെ ഇനി മുതൽ ഹെലികോപ്റ്ററിലും വിമാനത്തിലുമാകും കൊണ്ടുപോവുക. 2500-ലേറെ സിആർപിഎഫ് സൈനികരെ റോഡ് മാർഗം കൊണ്ടുപോകുന്ന വിവരം ഭീകരർ അറിഞ്ഞതാണ് പുൽവാമ ആക്രമണത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അർദ്ധസൈനികരെ ഇനി ആകാശമാർഗം കൊണ്ടുപോയാൽ മതിയെന്ന തീരുമാനം. KP അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, ചില വീഴ്ചകൾ ഈ അർദ്ധസൈനികരെ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായി എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം? രേണുക, അർദ്ധസൈനികരെ കൊണ്ടുപോകുന്ന കോൺവോയ് വാഹനത്തിന് നേരെയായിരുന്നു പുൽവാമയിൽ ഭീകരാക്രമണം നടന്നത്. 2500ഓളം അർദ്ധസൈനിക ഉദ്യോഗസ്ഥരെ 78 വാഹനങ്ങളിലായി കൊണ്ടുപോകുമ്പോഴായിരുന്നു അതിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഭീകരർ എത്തിയത്. സാധാരണ നിലയിൽ കോൺവോയ് വാഹനങ്ങൾ പോകുമ്പോൾ അതിനു മുമ്പ് പോകുന്ന വഴിയിലുടനീളം കൃത്യമായ സുരക്ഷാ മാർഗങ്ങൾ പാലിക്കുകയും കൃത്യമായ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരുന്നു. ഇത്തരം സുരക്ഷാ മാർഗങ്ങൾ നിലനിൽക്കെ തന്നെയാണ് വലിയൊരു ഭീകരാക്രമണം നടത്താൻ ഭീകരർക്ക് സാധിച്ചത് എന്നതാണ് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയത്. എന്നാൽ ഈ കോൺവോയ് വാഹനം കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ റോഡിൽ ഉൾപ്പെടെ വലിയ തോതിൽ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മഞ്ഞ് നീക്കം ചെയ്ത് വാഹനം കടത്തിവിടുകയുമായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഇപ്പോൾ KP മജീദ് മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. ഇപ്പോൾ റവന്യൂ മന്ത്രി അവിടെ സന്ദർശിച്ചു. അതിന് അലോസരപ്പെടേണ്ട ഒരു കാര്യമില്ല. റവന്യൂ മന്ത്രിയുടെ പ്രവർത്തന പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണത്. സ്വാഭാവികമായി ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനാണെങ്കിലും മരിച്ചാൽ ആ വീട്ടിൽ ചെല്ലുക എന്നത് സാമാന്യ മര്യാദയാണ്. ആ സാമാന്യ മര്യാദ പോലും CPMന്റെ നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് നവോത്ഥാനമാണ് അവർ കേരളത്തിൽ പറയാൻ പോകുന്നത്? ആൾക്കാർക്ക് എന്ത് രക്ഷയാണ് അവർ കൊടുക്കാൻ പോകുന്നത്? ഒരു മന്ത്രിക്ക് ഒരു പരിക്ക് പറ്റി അല്ലെങ്കിൽ പിന്നെ കൊലപാതകത്തിനിടയായിട്ടുള്ള ആളുകൾ പോയി കാണുക, അവരുടെ വീട്ടുകളെ സന്ദർശിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നത് ഒരു മന്ത്രിയുടെ ചുമതലയാണ്. അങ്ങനെ ചെയ്യുന്നവര് അത് ശരിയല്ല എന്നും ഉള്ള ഒരു സ്ഥിതിയിലേക്ക് കൺവീനർ അടക്കമുള്ള ആളുകൾ മറുപടി പറഞ്ഞാൽ അതിലൊരു തെറ്റായൊരു വ്യാഖ്യാനം വേണ്ടി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതായത് ഇതിൽ വളരെ കറക്റ്റാണ്. ഇതിലെന്താ വെച്ചാൽ ഈ കൊലപാതകം എന്ന് പറയുന്നതൊക്കെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ച കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികൾ പുറത്താണ്. ഇതിലെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾ പുറത്താണ്. അതുകൊണ്ടൊരു കേസ് അന്വേഷണം, ഷുക്കൂർ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ CBIയുടെ ഇത് വന്നു, അന്വേഷണ റിപ്പോർട്ട് വന്നു. അതിലും ഗൂഢാലോചന നടത്തിയ പുറത്തുള്ള ആൾക്കാരാണ്. എന്താ വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും എല്ലാ കൊലപാതകങ്ങളും CPM അറിയാൻ നടക്കില്ല. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ അറിയാതെ കണ്ണൂരിൽ ഒരു കൊലപാതകം നടന്നിട്ടില്ല, ഇന്ന് വരെ നടന്നിട്ടില്ല. സഖാവ് പിണറായി വിജയനും അറിയാതെ ഒരു കൊലപാതകം നടക്കില്ല. അത് ഇന്നത്തെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്ന് ആലോചിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പാർട്ടിക്ക് ഡയറക്റ്റായിട്ട് പങ്കുള്ള കാര്യമാണ്. ഇതിനെ ഗൂഢാലോചന നടത്തിയ ആൾക്കാരെ പിടിക്കേണ്ടത്, അവരെ പുറത്തു കൊണ്ടുവരാനാണ്. ഇത് ഇദ്ദേഹത്തിന്റെ പേര് കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ പ്രതിയായി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെയുള്ള എല്ലാ സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിലും CPMന്റെ ലീഡർഷിപ്പ് ഇതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടല്ലോ, വരമ്പത്ത് ബില്ല് പറഞ്ഞിട്ടില്ലേ? എത്ര ഒരു ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് കോടിയേരി, പാർട്ടിയുടെ ഉന്നത നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ താഴേക്കുള്ള ആൾക്കാർക്ക് എന്തും പറഞ്ഞൂടെ? ഇതവർ തുറന്ന് പ്രസംഗിക്കുന്ന കൊലവിളി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അപൂർവമായ സംഭവമല്ല, നിത്യസംഭവമാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. മന്ത്രിമാർ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാത്തതിനെയും അദ്ദേഹം വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പെരുന്നയിൽ ചെന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് തള്ളി NSS. CPMവുമായി ചർച്ചയ്ക്ക് ആഗ്രഹമില്ലെന്നും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ദൌർബല്യമായി കാണരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. NSSവുമായി ശത്രുതാ മനോഭാവമില്ലാത്തതിനാലാണ് ചർച്ചയ്ക്ക് തയ്യാറായതെന്നും കോടിയേരി പറഞ്ഞു. ഒരു കൂട്ടർക്ക് മാത്രം താല്പര്യമുണ്ടായ ചർച്ച നടക്കില്ല. ഞങ്ങൾക്ക് NSSനോട് യാതൊരു ശത്രുതയില്ല എന്ന് വ്യക്തമാക്കാനാണ് ആ പ്രസ്താവന. ഒരു ദൗർബല്യമായി NSS കരുതുന്നത്. ശബരിമല വിഷയം സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ഗവൺമെന്റ് എടുത്തിട്ടില്ല. സുപ്രീം കോടതിയാണ് തീരുമാനം. NSS കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഘടന എന്നുള്ള അംഗീകാരം കൊടുക്കാനാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്.
താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള അവരാണ് നിലപാട് സ്വീകരിക്കുന്നത്. താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല. കുട്ടികളിലെ വാക്സിനേഷൻ സംബന്ധിച്ച് അമ്മമാർക്കിടയിൽ കൃത്യമായ ബോധവൽക്കരണം നൽകണമെന്ന് ബോളിവുഡ് താരം കരീന കപൂർ. ആരോഗ്യരക്ഷാ സേവനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധ കുത്തിവയ്പ്പെന്നും താരം പറഞ്ഞു. രാജ്യത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ നെറ്റ്വർക്ക് 18 സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചാരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കരീന. When I was being a mother today and Taimur being, on his vaccination journey, when I realized and I did a lot of research, I kind of educated myself about these vaccinations. I realized that if there's a chance that we can help our child from actually combating infections and fatal diseases, why not help everyone like it says on the length and breadth of India? ഹൈക്കോൺ ഇന്ത്യയുടെ 4ാമത്തെ നിർമ്മാണ യൂണിറ്റ് നാളെ മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കുട്ടനെല്ലൂരിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുക. 4ാം യൂണിറ്റിൽ ലൈഫ് PO4 ബാറ്ററികളാണ് നിർമ്മിക്കുന്നതെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലിഥിയം അയോൺ ബാറ്ററി പാക്കുകളിൽ കേരളത്തിൽ ആദ്യമായി നടപ്പാക്കുന്നു എന്നതാണ് 4ാം യൂണിറ്റിന്റെ പ്രത്യേകത.